ഇന്ന് മെയ് 17 10 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വൻ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയായ സാറ ഹഡ്കെ സാറ ബച്കെ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സാറ അലിഖാൻ, വിക്കി കൗശൽ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഹിന്ദി സിനിമ ഹിന്ദിക്ക് പുറമെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ബംഗാളി, മറാത്തി ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരിക്കുന്നത്. തലൈമൈ സെയ് അലകം എന്ന സീരീസ് കൂടി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്, തെലുഗു ഭാഷകളിൽ C5ലൂടെയാണ് കിഷോർ, ഭരത്, രമ്യ നമ്പീശൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സീരീസ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തേത് ബോളിവുഡിൽ നിന്നുള്ള ബസ്തർ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് C5 OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്ത മഡഗോൺ എക്സ്പ്രസ് ഇപ്പോഴത്തെ റെന്റ് ഓപ്ഷനിലല്ലാതെ എല്ലാത്തരം ആമസോൺ പ്രൈമിന്റെ വരിക്കാർക്കും കാണാവുന്ന രീതിയിൽ ഇന്ന് മുതൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹോട്ട്സ്പോട്ട് തമിഴിൽ നിന്നും ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ച സിനിമയാണല്ലോ. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈം, അഹ തമിഴ്, ഒപ്പം തന്നെ തെൻകോട്ട തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇന്ന് സിനിമ തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുന്നത്. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ കൂടി സിനിമ റിലീസ് ചെയ്യുന്നതാണ്. രാജമൗലിയുടെ വമ്പൻ സിനിമ ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് സീരീസ് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെ 7 ഭാഷകളിലാണ് ആദ്യ 2 എപ്പിസോഡുകൾ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ആഴ്ചകളിൽ ഓരോ എപ്പിസോഡുകൾ വീതം സീരീസിന്റെ ബാക്കിയുള്ള എപ്പിസോഡുകൾ കൂടി ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റുകൾ തെലുഗു ഭാഷയിൽ നിന്നുള്ള സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. ഇന്നത്തെ 7ാമത്തെ OTT അപ്ഡേറ്റ് വിദ്യ വസൂല അഹം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ റൊമാൻറ്റിക് എന്റർടൈനർ സിനിമ ഇന്ന് അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ തെലുഗു ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരാഴ്ച മുന്നേ മെയ് 10 തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് കൃഷ്ണമ്മ. ചിത്രം ഇപ്പോഴത്തെ കൃത്യം ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടുന്നതിന് മുന്നേ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സത്യദേവ് നായകനെ എത്തിയ സിനിമ തെലുഗു ഭാഷയിൽ മാത്രം ആമസോൺ പ്രൈമിലൂടെയാണ് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റും മറ്റൊരു അന്യഭാഷാ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കന്നഡ ഭാഷയിൽ നിന്നും നേരത്തെ ആഴ്ചകൾക്ക് മുന്നേ OTT റിലീസ് ചെയ്ത സിനിമയാണ് യുവ. ചിത്രം കന്നഡ ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ നേരത്തെ ലഭ്യമായിരുന്നു. ഇപ്പോഴത്തെ ഹിന്ദി, തെലുഗു, തമിഴ്, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൂടി യുവ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ തെലുഗു, ഹിന്ദി പതിപ്പിന്റെ പേര് യുവരാജ് എന്നാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് സമീപകാലത്തെ ദിലീപ് സിനിമകളിൽ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ റിപ്പോർട്ടാണ്. തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ദിലീപിന്റെ കോമഡി ഫാമിലി എന്റർടൈനർ സിനിമ പവി കെയർ ടേക്കറിന്റെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ സ്വന്തമാക്കിയിരിക്കുന്നത്. വൻ തുകയ്ക്ക് OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ട സിനിമ ജൂലൈ മാസത്തോടെ മാത്രമായിരിക്കും OTT റിലീസ് ചെയ്യുക. മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ ഭാഷകളിലും സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ട്.